കൊറേ നേരമായാലും താഴെ വെച്ച് കൊട്ടാൻ തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ ഒരൊറ്റ വാക്ക് തെറ്റായി താൻ ടൈപ്പ് ചെയ്യുന്നുണ്ടോ? അതിന് ഞാൻ എന്തെടുക്കാനാ? എങ്ങാണ്ട് കിടന്ന ഒരു തൊലിഞ്ഞ മെഷീൻ കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചിട്ട് എ അടിക്കുമ്പോ വി, വി അടിക്കുമ്പോ എ. ആയിക്കോട്ടെ. പിന്നെ അത് ഈ മെഷീന്റെ തറാറല്ല, നിന്റെ തലേന്റെ തറാറാ. ഇതിനകത്തുള്ളൊക്കെ തിരിഞ്ഞെടുക്കാം. ഞാൻ ഋഷി സാറ് പറഞ്ഞു ഒരു അഡ്മിഷൻ ഫോം തരാൻ. അകത്ത് പ്യൂൺ ഉണ്ടാവുമെന്നും പറഞ്ഞു. പിയൂൺ റഷീദ് സാർ, റഷീദ് സാർ പിയു. അപ്പൊ പിന്നെ പ്രിൻസിപ്പാളോ? രണ്ട് സിസറും ബാക്കി ബീഡിയും. കൈനറ്റം കിട്ടിയതിന് കംപ്ലീറ്റ് തോട്ടി തോളിയോ? ഇപ്പോഴത്തെ നോട്ടിനൊക്കെ തൊളയാ. ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ നല്ല കണ്ടീഷനാ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പുകല പോയത് മാത്രം. ഇങ്ങനൊന്നും ആയാ പോലെ കേട്ടോ. 3 4 വീട് കൊണ്ട് ഒന്നും ആവില്ല. 2 എണ്ണം കുറവുണ്ടല്ലോ. നീ ഏത് ദുനിയാവിലാണ് മോനെ ജീവിക്കുന്നത്? കുവൈത്ത് വിശേഷം ഒന്നും അറിയൂലേ? കുവൈറ്റും ബീഡിയുമായുള്ള ബന്ധം? കുവൈത്തിലുള്ള സർവ്വ മലയാളികളും അറബികളും ഇന്റെ വീടിയാണ് ഭരിക്കുന്നത്. ഇപ്പതാ ടിപ്പു സുൽത്താന്റെ വീടായിട്ട് പോയിരിക്കാ. ടിപ്പു സുൽത്താനോ? ആടോ നമ്മളെ കപ്പലേ. അവിടെ അലിയെ തന്നെ നേരല്ല. നീ അതുകൊണ്ട് വലിക്കാൻ നോക്ക്. ഇത് കണ്ടോ, ഇതാണ് ആൺകുട്ടികള്. ഇതന്നെ ഇപ്പൊ 4ാമത്തെ പ്രാവശ്യ. R.K. Narayan is one of the most famous English writers in India. In his short story, Postman, Hamid, എന്താ അവിടെ? അല്ല ടീച്ചറെ, ബീഡി കൊണ്ടുവന്നത്. R.K. നാരായണന്റെ ആത്മസംതൃപ്തിക്കായി ഒരു ബീഡി വലിച്ചളയാൻ കരുതി. അല്ലടാ? അതെ അതേന്ന്. അയ്യോ, ടീച്ചർ പോവാണ്. വലിയ ഉപകാരം. ഇനി നമുക്കൊരു ബീഡിയല്ല വലിച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കാം. എന്താണോ ലാലു 50 രൂപ തന്നില്ല. രാധ കുടിശ്ശിക 3 മാസം തന്നില്ല. ഞാനവന് ഉത്തരവാദിത്വം അത് വേണം. വീഡിയോസ് കേട്ടോ ചുരുട്ട് സമയം എത്രയെന്നാ തന്റെ വിചാരം? നിങ്ങളെ മാറ്റിയെടുക്കുന്നത് നോക്കി എഴുന്നേൽക്കടോ. നിങ്ങൾ ചൂടാൻ വേണ്ടി കാര്യം പറയുന്നത്. എടോ, താൻ ഇവിടുത്തെ പിയൂണ, അത് മറക്കരുത്. ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് മുഖത്തോക്കി പിയൂണ് കിയൂണെന്ന് വിളിക്കരുത്. നിങ്ങൾ കാര്യം പറയേ. പോയി ബെല്ലടിയടാ. അല്ല, നിങ്ങൾ അവിടുത്തെ അല്ലേ ഇങ്ങോട്ട് വരുന്നത്. ആ കോലെടുത്ത് നിങ്ങൾ 4 മുട്ടിയാലും അത് അടിയൂലേ? ഓക്കെ, നീ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ സ്ഥാപനത്തിന്റെ പിയൂണാണ്. അല്ല, അത് നീ. ഞാൻ പ്രിൻസിപ്പാളാ. മനസ്സിലാ? എഴുന്നേൽക്കടോ. ഞാൻ പ്രിൻസിപ്പാൾ തന്നെയാ. പിയൂണിന്റെ ധർമ്മവും കാത്തുരക്ഷിക്കണം. അതാണ് പിയൂൺ. മനസ്സിലായി? പോയി വെല്ലടി. ഒരു കാര്യം ചെയ്യ്, ഇതൊന്ന് പിടിക്കേ. നിങ്ങളെ ധർമ്മം കാത്തു സൂക്ഷിക്കേ. ഇത് മൊറല്ലേ? അയ്യോ വക്ക അടിച്ചടാ, ഓടിവാടാ ഓടിവാടാ. എന്തോ അടിച്ചെന്നാ പറയണത്? എടാ ബെല്ലടിച്ചെന്ന് മരമാക്രി. നിന്നൊക്കെ വളർത്തണേ നല്ല വല്ല പോത്തിനെ വളർത്താടാ. എടാ നീ ഇത് ഓഫീസ് റൂമിൽ കൊണ്ടുകൊടുത്ത് പറ്റുവരെ വെച്ചിട്ട് വാ. ചെല്ലട പോത്തെ. അല്ലെങ്കിലും റാഹേലമ്മയുടെ ചായക്ക് ഒരു സ്പെഷ്യാലിറ്റിയാ. എന്തിന് നമ്മളെ ജമീലക്ക് പോലും ഇങ്ങനൊരു ചായ ഉണ്ടാക്കാൻ കഴിയൂല. റഷീദ്, ഇങ്ങോട്ട് എടോ, കടിക്കാനൊന്നുമില്ല. കണക്ക് തീർക്കാതെ കടിയും പിടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്നാണ് റാഹേലമ്മ പറഞ്ഞത്. എനിക്കും അതന്നെയാണ് പറയാനുള്ളത്. നമ്മളെ കണക്ക് തീർക്കാണ്ട് ഇനി വരിക്കണ്ട കേട്ടോ. അവിടെ ആള് വന്നേക്കണ്, നിങ്ങളൊന്ന് വേഗം വരി. പുന്നാരോ പ്രിൻസിപ്പാളെ, നമ്മളെ ജമീന വന്നിക്കണേ. എന്തെങ്കിലും സീരിയസ് കേസ് ഇല്ലാണ്ട് ഓള് വരൂല. ഇതൊന്ന് കുടിക്കേ. സമയമാകുമ്പോ ഒന്ന് അടിച്ചു കൊടുക്കേ. അതാ പോവാ നടക്ക. എന്തിനാണ് മനുഷ്യനെ നമ്മൾ ഓടിയില്ലെങ്കിലേ വന്ന വായമാലോടി കളി. പറഞ്ഞോളി. ആർക്കാ കല്യാണം? മോനോ മോക്കോ? മോൾക്കാ. മോനായാലും കുഴപ്പമില്ല. ഇത് നിങ്ങൾക്കായാലും ശരി, ഞാൻ റെഡിയാ. പിന്നെ നമ്മളെ വ്യവസ്ഥകള്: അഡ്മിഷൻ ഫീസ് 100 രൂപ, സർവീസ് ചാർജ് 20 രൂപ, പിന്നെ ഒരു 5 രൂപ. അത് ഈ പോസ്റ്റൽ ചാർജ് രജിസ്റ്റർ ചാർജ് എല്ലാം കൂടിയാണേ മൊത്തം 125 രൂപ. ജമീല, ആ ഫോറെല്ലാം കൂടി കണ്ടിട്ട്. അല്ല, നിങ്ങൾ വേറെ എവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്താണെന്നറിയോ, എവിടെയും കിട്ടാതെ വരുമ്പോൾ ഇവിടെ വലിയ അറിയില്ലേ? അല്ല, പേര് രജിസ്റ്റർ ചെയ്ത് പണം അടച്ചു കഴിഞ്ഞാൽ പിന്നെ സംഗതി നടക്കൂ. എടുക്കാതെ. അല്ല, നിങ്ങൾ നമ്മളെ സ്ഥാപനത്തെ പറ്റി എന്താ മനസ്സിലാക്കിയേ?
വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര്, വക്കീൽമാര്, എഞ്ചിനീയർമാര്, ബിസിനസ് പാർട്ടീസ് ആണ് നമ്മളെ കസ്റ്റമേഴ്സ്. മാത്രല്ല നമ്മളതേ 2 കൊല്ലം ഗ്യാരണ്ടിയാ. ഇത് ലോകത്തൊരു ബ്യൂറോയിലും കിട്ടൂല. അതുകൊണ്ടല്ല, ഏതുകൊണ്ടായാലും 2000 ആണ്ടോടെ ഈ രാജ്യത്ത് കല്യാണം കഴിക്കാത്ത ഒരു ജീവി ഉണ്ടാകാൻ പാടില്ല. അതാണ് നമ്മളെ മാനിഫെസ്റ്റോ. ഞാൻ ഇവിടെ വന്നിട്ടേ 9 മാസായി. എനിക്ക് ആകെ കൂടി കിട്ടിയത് 100 ഉലുവയാ. ഞങ്ങളുടെയൊക്കെ സ്ഥിതി വളരെ ശോചനീയമാണ് സനാനമ്പിള്ള സാറേ. എന്റെ സ്ഥിതി അതിലും ശോചനീയമാണ് സാറേ. 36% പലിശക്ക് ദുബായിൽ വന്ന ചന്ദ്രശേഖരനാരുടെ അടുത്ത് വായ്പയ്ക്ക് പണം വാങ്ങിയിട്ടാ ഞാൻ ഈ കോളേജ് നടത്തുന്നത്. അറിയോ കൊറേ പാച്ചാൻ വന്നിക്കണു. പാച്ചാനല്ല, പഠിക്കാൻ. അതാണ് ശരിയായ പ്രയോഗം. ഞാൻ മലയാളം വിദ്വാനാ. കരുണാകരൻ മാഷ് മലയാളം വിദ്വാനാ. എന്നാലേ നാളെ മുതൽ പാച്ചാന്ന് പഠിപ്പിച്ചാ മതി. ഇരുത്താൻ വന്നേക്കണ്. ഷേക്സ്പിയർ അക്കാദമിയിലെ 90-95% വിജയം. നിങ്ങൾ പഠിപ്പിച്ച ഒരൊറ്റ ഒന്ന് ഇവിടെ ജയിച്ചിട്ടുണ്ടോ? എങ്ങനെ ജയിക്കാനാ? ശമ്പളം തരണം. ഇവിടെ വന്നതിന് ശേഷം എന്റെ കയ്യിലുള്ള മലയാളം മുഴുവൻ പോയി. പണ്ട് മലയാളം അറിയിക്കോ? വെള്ളം പോലെ. അതൊക്കെ പിള്ളേര് പഠിക്കാത്തതുകൊണ്ടാ. കണ്ടും തൂക്കി പണി ശല്യപ്പെടുത്താതെ. എനിക്ക് ഇവിടെ അങ്ങനെ ചൊറിഞ്ഞ് വരുന്നുണ്ട്. വൈദ്യരെ കാണണം. അത് തന്നെ കാണിച്ചിട്ടുണ്ട്. അറിയോ പലിശ കൊടുക്കണ്ട എങ്ങനെയാണെന്ന് തലപോഞ്ഞ് ആലോചിക്കാം. അപ്പഴാ അവന്റെ ശമ്പളം. ശമ്പളം വേണം. കുട്ടികൾ തട്ടി മൂത്രപ്പരാറ്റി. രക്ഷപ്പെട്ടു റഷീദ്. ഇനി സമാധാനായിട്ടൊന്ന് മോനെ ഇങ്ങോട്ടൊക്കെ നീ ആ കുട്ടികളായിട്ട് സംസാരിച്ചോ? ഞാനെന്താ പറയാ, നിങ്ങളൊന്ന് സംസാരിക്കുക. നിങ്ങളല്ലേ പ്രിൻസിപ്പാള്? മൂത്രപ്പുറം ചെയ്യാം. അല്ലാതെ കോളേജിന്റെ എന്തോ ചീട്ട് കാണിക്കണം. ചീട്ടൊക്കെ കാണിച്ചതാ. ചീട്ട് കാണിക്കടാ. തൊട്ടുവാ കൊന്നുവാ ഞാൻ. ഈ വിക്രമം വരാൻ നിനക്കൊന്നും അറിയത്തില്ല. കോഴിക്കോട് അങ്ങാടിയിലെ ചുമട്ടൊഴിലാളികളെ ഉറപ്പിച്ചാനാ. എങ്കിൽ അതിന്റെ കൂടെ നീ അറിഞ്ഞാണ്. പണ്ടൊക്കെ ഉള്ളമാരുടെ വരണ ഈ വിക്രമം ആരാന്ന് കാണിച്ചു തരാം. ഓടാ പൊട്ടികളെ നായി നമുക്ക് വന്നേക്കാണ്. കാണുമല്ലടാ വിക്രമന്റെ ചീട്ട് കാണുമല്ല. നിനക്കൊക്കെ എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. വിക്രമം എന്തായാലും നീ ഇവിടെ കിടന്ന് ഉടക്കുണ്ടാക്കണം. ഇതാ മനുഷ്യന് അല്പം വിവരം വേണം. നിങ്ങളിങ്ങനെ പരസ്പരം തല്ലി തലവെച്ചാ ഈ നാടിന്റെ സ്ഥിതി എന്താവും? നമ്മുടെ പാർട്ടിയുടെ സ്ഥിതി എന്താവും? എടാ തല്ലുന്നെങ്കിൽ ആണുങ്ങൾ തല്ലണം, ഈ ചെറ്റുകളെ അല്ല. നീ വളർത്തി കയറി. എങ്ങോട്ടാ? ഒരു അടിക്കേസിനാ. അടിക്കേസാണ്. 3-4 ദിവസം അടി നടത്തിയിട്ട്. ദീപം ദീപം ദീപം